നിനക്കിന്നൊരു സർപ്രൈസ് ഉണ്ട് എന്ന് ഹസ്ബൻഡ് പറഞ്ഞതും കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ വേഗം കാത്തുക്കുട്ടിയെ റെഡിയാക്കി ഞാനും റെഡിയായേ. അല്ലെങ്കിലും ഹസ്ബൻഡ് ഒരു സർപ്രൈസിൻ്റെ രാജകുമാരനാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സർപ്രൈസൊക്കെ തരാറുണ്ട്. അത് പറഞ്ഞ് ഞാൻ കളിയാക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി. ഇവിടെയും ദുൽഖർ സൽമാൻ. ഞാൻ എവിടെ പോയാലും ദുൽഖർ സൽമാൻ്റെ ഫ്ലെക്സ് കാണാറുണ്ട് ഗൈസ്. നിങ്ങൾ ഈയിടെ ഞാനിട്ട ഷോർട്സിലും കണ്ടു കാണുമല്ലോ. ചിലപ്പോൾ നേരിട്ട് കാണാനുള്ള അവസരമൊക്കെ കിട്ടുമായിരിക്കും. എന്താണേലും ദുൽഖറിൻ്റെ കൂടെ നിന്ന് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സർപ്രൈസിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതെന്താകും എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ നേരം ഇങ്ങനെ കിള്ളി ഹസ്ബൻഡിനോട് ചോദിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താകുമെന്ന് നമുക്ക് നേരിട്ട് കാണാമല്ലോ. അങ്ങനെ ഞാൻ സമാധാനിച്ച് നോക്കാം. സ്കൂട്ടിയിൽ പോകുന്നത് പ്രത്യേകം ഒരു വൈബ് തന്നെയാണല്ലോ അല്ലേ ഗൈസ്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ പോകുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. പോകുന്ന വഴിക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാത്തുക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയായിരുന്നു കേട്ടോ. അവളിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് കിട്ടുന്ന സ്ഥലം എത്തുന്നേ ഉള്ളൂ എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഞാൻ കുറേ ചോദിച്ചു ഇടയ്ക്ക്, എന്ത് പറയണ്ടേ, എന്നാൽ കുറച്ച് നേരം കൂടെ നീ വെയിറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ എന്നോട് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ സർപ്രൈസിൻ്റെ സ്ഥലം എത്തിയിരിക്കുകയാണ്. അതേ ഗൈസ്, നമ്മുടെ മൈജിയിലേക്കാണ് പോയത്. അപ്പോൾ കാര്യമായിട്ട് എന്തോ ആണ് എനിക്ക് മേടിച്ചു തരാൻ പോകുന്നത് എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചേ. പക്ഷെ പുള്ളി അങ്ങ് വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചിരുന്നതുകൊണ്ട് തന്നെ, താമസിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും രാത്രിയായിരുന്നു കേട്ടോ. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാത്രിയാണെന്നൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാ സെക്ഷനിലും പോയി ഞങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് ഈ സെക്ഷനിൽ ഞാനൊരു കാസ്റ്റ് അയൺ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഒത്തിരി നാളായി ആഗ്രഹിക്കുന്ന ഒരു കാസ്റ്റ് അയൺ വേണമെന്നേ. അങ്ങനെ ആ കാസ്റ്റ് അയൺ ഞാൻ മേടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈയിടെ എനിക്ക് ഓപ്പോ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൽ നമുക്കൊരു 1650 രൂപയുടെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതുവരെ അത് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ. ആ അവസരത്തിൽ ഞാൻ നമ്മുടെ കാസ്റ്റ് അയണും എടുത്തു. പിന്നെ സർപ്രൈസ് ഉണ്ടല്ലോ, അതും കൂടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാ സ്ഥലവും പോയി കാണുന്നുണ്ട്. നമ്മുടെ എല്ലാത്തിനും നല്ല ഓഫറാണ് കേട്ടോ. സിയും ഒക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒന്ന് എടുത്താലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട എന്ന് വെച്ചു. എനിക്കൊരു സർപ്രൈസ് കിട്ടാൻ പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇതും കൂടി വേണമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളീനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് കേട്ടൊക്കെ വന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്കെല്ലാം എടുക്കാനേ തോന്നുള്ളൂ കേട്ടോ ഗൈസ്. നമുക്കൊന്നും വേണ്ടാന്ന് തോന്നില്ല. പിന്നെ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ഓഫറും അവർ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. പക്ഷേ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതായത് ഹസ്ബൻഡ് എന്നോട് അവിടെ വെച്ച് പറഞ്ഞു, നിനക്ക് ട്രൈപോഡ് മേടിച്ച് തരാമെന്നേ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള ട്രൈപോഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സ്റ്റാൻഡ് പോലെയുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ എനിക്ക് വേണ്ട എന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് പിന്നെ ഞങ്ങൾ ആ വിഷമത്തിൽ പോയൊരു ജ്യൂസും സ്നാക്സൊക്കെ പോയി കഴിച്ചു കേട്ടോ. അങ്ങനെ ജ്യൂസ് കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നേ. പോരുന്ന വഴിക്ക് പുള്ളി പിന്നെ എന്നെയും സർപ്രൈസ് ചെയ്ത് ഗൈസ്. വേറൊരു ഷോപ്പിൽ നിർത്തിയിട്ട് എനിക്ക് ട്രൈപോഡ് മേടിച്ചു തന്നു കേട്ടോ. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പൊട്ടിക്കുകയാണ് ഗൈസ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇച്ചിരി ഹൈറ്റുള്ളൊരു ട്രൈപോഡ് വേണമെന്ന്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മീഷോയിൽ നിന്ന് മേടിച്ച ഒരു ട്രൈപോഡായിരുന്നേ. അതിനധികം ഹൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണേലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് വേണമെന്നൊരാഗ്രഹമുണ്ടെന്നൊക്കെ. അങ്ങനെ ഏതായാലും എൻ്റെ ആഗ്രഹം പുള്ളി നിറവേറ്റി. അപ്പോൾ സർപ്രൈസിൻ്റെ രാജകുമാരന് ഒത്തിരി താങ്ക് യു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ കൊച്ചു വ്ലോഗ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണേലും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ വരാമേ. അതുവരെ ടാറ്റ ബൈ ബൈ. സീ യു ഗൈസ്. ബൈ ബൈ.